സോ ഫ്രണ്ട്സ് പിന്നെ ഒരു പുതിയ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു രേഷ്മ സജിത് ലൈവ്. ഫ്രണ്ട്സ് ഇന്നത്തെ വ്ളോഗിൽ എല്ലാ ദിവസത്തെ ഡെയിലി റൂട്ടീനെ അനുസരിച്ചിട്ട് ഇന്നത്തെയും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ലെറ്റ്സ് കണ്ടിന്യൂ. ഇപ്പോൾ ഉച്ചക്കത്തെ സമയം. തുണിയൊക്കെ ആറി ഇത്രയും സമയം ഒരു മോർണിംഗ് ടൈമിൽ കുറച്ച് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1:30 ആവാൻ പോകുന്നു. എൻ്റെ കുക്കിംഗ് ഏകദേശം നല്ലതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കൂ ഫ്രണ്ട്സ്, ഇത് ചറു മീൻ കറി വെക്കുന്നുണ്ട്. ചറുവാണ്. മീനൊക്കെ വൃത്തിയാക്കി ഇപ്പോൾ കറി വെക്കുക ഓഫാക്കാനായി. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടി പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രിഞ്ചൽ എൻ്റെ മോന് വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ്. അപ്പോൾ അവന് മീൻ കഴിക്കൂല. കുറച്ച് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് മുട്ട ഞാൻ ആക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ ഹർഷിത്ത് മകൻ്റെ ഡ്രസ്സാണ് ഇന്ന് സെറ്റാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കുറേ ആക്കി ആറിയിട്ടിട്ടുണ്ട്. എല്ലാം ആറിയിട്ട് കഴിഞ്ഞ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇനിയിപ്പോൾ ആറിയിട്ട് കഴിഞ്ഞ് വാഷിംഗ് മെഷീനൊക്കെ കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഇതൊരു കവറിലിട്ട് വെക്കും. ആക്ച്വലി ഈ സ്ഥലത്ത് നല്ല മഴയില്ലോണ്ട് ഞാൻ മെഷീൻ മൊത്തം കവറിട്ട് വെക്കലാണ്. ഫ്രണ്ട്സ്, അത് കവറിട്ട് വെച്ച് ഫ്രണ്ട്സ്, ആക്ച്വലി ഈ കവർ എപ്പം ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കണം. 6 മന്ത് കൂടുമ്പോൾ ഞാൻ പുതിയ കവർ വാങ്ങിക്കലാണ്. കുറച്ച് പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ. ക്ലോത്ത് മെറ്റീരിയലിൻ്റെ കുറേ അവൈലബിൾ ഉണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് മെറ്റീരിയൽ കുറച്ചേ ഉള്ളൂ, 1-2 ഉള്ളൂ ഓൺലൈനിൽ. ഞാൻ കവർ ഓൺലൈൻ മന്ത്ലി ചേഞ്ച് ചെയ്യും. ആക്ച്വലി വാങ്ങിയപ്പാട് തന്നെ അതിനകത്ത് എപ്പം കീറിപ്പോവും. വാങ്ങിയപ്പാട് പുതിയ ഇതിൽ തന്നെ കീറിപ്പോവും. പിന്നെ അത് ആ ഏരിയയിൽ മഴ നല്ലോണം വരുമ്പോൾ മെഷീനെ കുറച്ച് കവർ ചെയ്ത് വെക്കുന്നതാണ്. അല്ല മെഷീൻ്റെ മൊത്തം ഇലക്ട്രോണിക്സ് എല്ലാം ചീത്തയായി പോകും. അപ്പോൾ ആ ഏരിയയിൽ അന്ന് മെഷീൻ വെച്ചോണ്ട് അപ്പം മഴയെ നല്ല മഴ പെയ്യും മെഷീൻ്റെ മുകളിൽ മൊത്തം. ഫ്രണ്ട്സ്, എൻ്റെ മൊത്തം സോഫയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ച് ഇപ്പം ഫ്രീ ആയി. കുറേ റീൽസൊക്കെ എടുത്ത്. അപ്പം ഫ്രണ്ട്സ്, എൻ്റെ റീൽസ് പോയിട്ട് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, ഞാൻ ഇനി ലൈവിൽ വരും. ലൈവിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വീടൊക്കെ നോക്കി പിന്നെ 2 ചാനൽ ഉണ്ട്. അപ്പോൾ മറ്റേതിനകത്തും ഇപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തിട്ട് കഴിഞ്ഞേ ഇല്ലു. അതിലും ഞാൻ നിങ്ങൾക്ക് പോയിട്ട് എൻ്റെ 2 ചാനലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഹിന്ദി രേഷ്മ സജിത് വ്ളോഗ്, രേഷ്മ സജിത് ലൈവ്, 2 നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ മലയാളി ഫ്രണ്ട്സിനോട് ഞാൻ പറയാറുണ്ട്, ഹിന്ദി ഫ്രണ്ട്സ് അവിടെ ഹിന്ദി ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. ഇവിടെ ഞാൻ 2 ഫ്രണ്ട്സും 2 ലാംഗ്വേജിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാറുണ്ട്. അതിനകത്തും ഞാൻ പറയാറുണ്ട്. ഫ്രണ്ട്സ്, മോസ്റ്റ്ലി റീൽസ് ഞാൻ ഒരു 2 കുട്ടികളതാണ് എടുക്കുന്നത്. ഒന്നൊരു അവന്തിക, പിന്നെ വേറെ ഒരു അപ്പോൾ അവർ കുട്ടികളാണ്, കോളേജിൽ പോകുന്നത്, സ്കൂളിൽ പോകുന്ന കുട്ടികൾ. അപ്പോൾ അപ്പോൾ ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പോൾ അവരുടെ റീൽസ് ഇതിൽ സെക്ഷനിൽ പോകുമ്പോൾ ബാക്കിയിലെ കുറച്ച് ലേഡീസ്മാർ ചെയ്യലുണ്ട്. അത് സെയിം ഡയലോഗ്. അപ്പോൾ അതിൽ ഞാൻ നോക്കിയിട്ട് ലേഡീസ്മാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റിങ് ചെയ്യുന്നു. ഡിഫറെൻറ്റ് കുട്ടികളെ പോലെ തന്നെ ഇല്ല റീൽസ് വരെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അത് ഇന്ന ഏജാന്ന് പറയാം. നമുക്ക് എല്ലാം നോർമലി ഞാൻ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയിലും സെയിം തന്നെ അതിനകത്തും വരുന്നുണ്ട് ഇങ്ങനത്തെ കുറേ റീൽസ് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാം. വേറെ പ്രത്യേകിച്ചിട്ട് വേറെ ചാനൽ ഒന്നുമില്ല. ഈ 2
ചാനലിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്ന റീൽസുകൾ ഞാനിപ്പം ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ചെയ്യുന്നു. ബാക്കി എനിക്ക് കാണാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 2-3 വീടൊക്കെ ഉണ്ട്, നെയ്ബേഴ്സ്. പിന്നെ ഇപ്പോൾ എൻ്റെ മകൻ ഇന്ന് ലീവാണ്, ബിക്കോസ് ഇന്ന് സൺഡേ ആണ്. സ്പെഷ്യലായിട്ട് പറയണ്ട ഇന്ന് എന്തിനാണ് ലീവ് എന്ന്. സോ അതുകൊണ്ട് പിന്നെ ഇന്ന് എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ ആയി. സോ ഇന്ന് സൺഡേ ആയിട്ടും ഇന്നത്തെ രാവിലെ മുതൽ കുറച്ച് ബിസി തന്നെയാണ്. സോ ബിക്കോസ് അത് മഴയും കൂടി ആയതുകൊണ്ട് പിന്നെ കുറച്ച് പിന്നെ ബാക്കി ഫോണിന് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ബാക്കി റൂമൊക്കെ സെറ്റാക്കി. പിന്നെ ഫുഡിന് ഇപ്പോൾ 1:30 ആയിരിക്കും. ബാക്കി ഈ ഒരു ബരണ്ട ബാൽക്കണിയൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കും. അപ്പോൾ ഒരു ബെഡ്റൂം സെറ്റപ്പ് പോലെ ആക്കിയിട്ട് അങ്ങനെ വെക്കുന്നതാണ്. ആക്ച്വലി ഇത് ഇങ്ങനെ തന്നെ വെക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് റൂമാക്കാം, പക്ഷേങ്കിൽ ഒരു ഫ്രഷ് എയർ നല്ല ഓപ്പണായിട്ട് ആരും ആ സൈഡിൽ നിന്ന് ആരും വരുന്നാലും നമുക്ക് വേഗം കാണാൻ പറ്റും ആരാ വരുന്നത്, ആരാ പോകുന്നതെല്ലാം. അപ്പോൾ ബാക്കി ടൈം നമ്മൾ ചൂടായാൽ തണുപ്പായാൽ ഇവിടെ തന്നെ റിലാക്സ്. കിച്ചണിൻ്റെ പണി കഴിഞ്ഞാലും അകത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാലും ലാസ്റ്റ് ടൈം ഈ സോഫ നമ്മൾ ജസ്റ്റ് ബെഡ് പോലെ തന്നെ യൂസ് ചെയ്യും. സോ ഞാൻ ലാസ്റ്റ് ഹിന്ദി ബ്ലോഗിലും പറഞ്ഞ് ഞാനൊരു സ്പെഷ്യൽ ഒരു കുഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കിക്കോ. സോ ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്പെഷ്യൽ പില്ലോ കവറൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ അകത്ത് ഈ വാങ്ങിച്ച പില്ലോസ് ഇല്ലേ, മറ്റേ ഓൺലൈൻ നിങ്ങൾ മീഷോസ് ഓൺലൈൻ ആപ്സിൽ നിങ്ങൾ വാങ്ങുന്ന അതിൻ്റെ ബെഡിൻ്റെ പില്ലോൻ്റെ കവറൊക്കെ പോയിപ്പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിനകത്ത് ഓൾറെഡി അത് വാങ്ങി പിന്നെ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കവറൊക്കെ മൊത്തം ബ്ലാക്ക് അടിക്കുള്ളൂ, ഫെയ്ഡ് അടിക്കുള്ളല്ലോ. ഞാൻ മൊത്തത്തിൽ കത്തിരി എടുത്ത് കവർ മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റഫിങ്സ് എടുത്ത് എനിക്ക് കുറേ പില്ലോ കവേഴ്സ് ഉണ്ട്. ചിലതെല്ലാം ഒക്കെ ഞാൻ പില്ലോ കവേഴ്സ് ചിലത് കുറേ ഉണ്ടാവുന്ന എനിക്ക് ബെഡ്ഷീറ്റ് ചിലത് പോയത് മീൻസ് കീറിപ്പോയ ബെഡ്ഷീറ്റിൻ്റെ കീറാത്ത ഭാഗമൊക്കെ എടുത്ത് ഒരു കവറൊക്കെ ആക്കി വെക്കും. പക്ഷേ ചില സമയം നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇപ്പം അങ്ങനെ ആകുമ്പോൾ അതിനകത്ത് ചിലത് ഈ കവേഴ്സൊക്കെ എടുത്ത് ഈ സ്റ്റഫിങ്സൊക്കെ എനിക്ക് നിറച്ച് പിന്നെ അത് സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ ചിലത് ഒരു കവറിലാക്കിയിട്ട് ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കും ബോൾ പോലെ. അപ്പോൾ ഇത് അങ്ങനെ ഒരു ബോൾ പോലെ ഒരു കവറിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. അതിനെ ഞാൻ ഒരു കവറിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് അങ്ങനെ ഒരു കവറാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെ വേറെ കുഷൻസ് ഒന്നും വെക്കാൻ പറ്റില്ല, പറ്റും പക്ഷേ സെറ്റിങ്സ് ആക്കാം. പക്ഷേങ്കിൽ നമ്മൾ രണ്ടാളല്ലേ ഇല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ എൻ്റെ സമയം പോകുമ്പോൾ ഇങ്ങനെ ആക്കി വെക്കും. അപ്പോൾ സ്പെഷ്യലി ഇങ്ങനത്തെ കുഷൻസ് ആക്കി വെക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നടുവേദനയൊക്കെ ഇവരെല്ലാം റെസ്റ്റ് എടുക്കുമ്പോൾ കാല് വെക്കാൻ വേണ്ടി നല്ല കാലുള്ള ഇടവേള വെച്ചാൽ നല്ല ഹിപ്പിനൊക്കെ നല്ല ഒരു റിലാക്സ് കിട്ടും. അപ്പോൾ അവിടെ തന്നെ ഉറങ്ങിപ്പോവും. ഒരു മണിക്കൂർ ഒരു 15 മിനിറ്റ്സ് ഒരു 30 മിനിറ്റ്സ് ഒരു ഉറക്കം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല റിലാക്സ്. ഈ നമ്മൾ ചില സമയം ഇങ്ങനെ ഡ്രോസി ആയിട്ട് നിൽക്കും, അതിനെല്ലാം ഒരു അത് പിന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ഇടയ്ക്ക് റിലാക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും മൊബൈലിൽ ഇങ്ങനെ പാട്ടോ റീൽസോ കണ്ടാൽ മൊബൈൽ പിന്നെ ഓഫാക്കി വെച്ച് പിന്നെ ഉറങ്ങിപ്പോകും.
ലഞ്ചിന് മുന്നേ ഒരു 20 മിനിറ്റ്സിന് ഉറക്കമൊന്നും കഴിയും. പിന്നെ ലഞ്ച് കഴിഞ്ഞ് വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഉറങ്ങും. അപ്പോൾ ഉറക്കം നല്ലതാണ്. എനിക്ക് ഇപ്പം ഉറക്കം പറ്റേണ്ടി മീൻസ് റീൽസ് എടുക്കണം തന്നെ ഭയങ്കര സ്ട്രെസ് ഒറ്റക്കല്ല ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാർ എന്തെല്ലോ ഓടുന്നുണ്ടോ ഒച്ചപ്പാടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ റൂമിൻ്റെ അകത്ത് പോകും. പിന്നെ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് റീൽ എടുക്കണ്ടേ അത് നോക്കും. പിന്നെ ഇയറിങ്സും സെറ്റ്സും കുറച്ചുണ്ട്, ഒന്നോ രണ്ടോ ഉണ്ട്. അപ്പോൾ അതന്നെ മാറ്റി. പക്ഷെ അതിനെ എനിക്കൊരു മീൻസ് ഡ്രസ്സ് തന്നെ ഇങ്ങനെയല്ലോ ഇട്ട് കഴിഞ്ഞ് പിന്നെ അത് കൊണ്ടും മിററിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് റീൽസ് റീൽസിന് ഇന്ന ടൈറ്റിൽ കൊടുക്കണ്ടേ അതെല്ലാം മൈൻഡിൽ വരും. അപ്പോൾ എന്നാ ഇയറിങ്സ് കിട്ടീനി, എന്നാ ഇത് കിട്ടീനി, അതേപോലെ വന്നിട്ട് ഞാൻ റീൽസ് വെക്കും. കുറച്ച് ഹാസൊക്കെ കുറച്ച് സെറ്റാക്കും, ലിപ്സ്റ്റിക്ക് അത്രേ പറ്റുള്ളൂ. പിന്നെ ഒരു 3 റീൽസ് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ ആയിട്ടുണ്ടോ ഒരു 11 o'clock, 11:30 12 o'clock ആകുമ്പോഴത്തേക്ക് പിന്നെ കിച്ചണിൽ കയറേണ്ട സമയം. പിന്നെ അന്നേരം പിന്നെ 11 o'clock to 12 o'clock ഫ്രീ ആകുമ്പോൾ ഒരു ലൈവിലേക്കെല്ലാം വരണം എന്ന് വിചാരിക്കും. സോ എന്നാലും എനർജി വേണ്ടേ ലൈവിലേക്ക് വരാനും. എല്ലാവരും ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്കണം. പിന്നെ ലൈവ് കട്ട് ചെയ്ത് പിന്നെയും ഉണ്ട്. പിന്നെ വീട്ടിലെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യേണ്ടി, റൂമൊക്കെ ക്ലീൻ ചെയ്യണ്ടേ, പിന്നെ വാഷിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ആറിയിടണം. സോ ഒരു ട്രിപ്പ് പോലെ ഫസ്റ്റ് മകൻ്റെ പിന്നെ നമ്മളത്. ഇപ്പോൾ രണ്ട് ഇതിൽ ഒരു ദിവസം തന്നെ 2 ട്രിപ്പും ചെയ്യണ്ടേ. അപ്പോൾ മഴയത്ത് കുറച്ച് പ്രോബ്ലം, മഴയത്ത് ഒറ്റ ട്രിപ്പേ ആൾക്കാരുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഇതൊക്കെ എടുത്ത് മടക്കി അതിൻ്റെ ഷെൽഫിൽ വെക്കും. ബെഡ്ഷീറ്റ് ഒരു ഷെൽഫിൽ ആണ് വെക്കൽ, അതിൻ്റെ സെപ്പറേറ്റ് ഷെൽഫ്. മകൻ്റെ ഡ്രസ്സ് സെപ്പറേറ്റ് ഇതെല്ലാം ഇടൽ, അതും മടക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് അത് സെപ്പറേറ്റ് ഇടണം. പിന്നെ നമ്മളത് അഥവാ ഇന്നത്തെ ദിവസം നമ്മളത് ആൾക്കും നമ്മളതും എല്ലാം എടുത്ത് മടക്കി ആറിയിട്ട് നമ്മളെ ഷെൽഫിൽ എൻ്റെ ഹസ്ബൻഡത് വേറെ ഇതിലുണ്ട്, എൻ്റെത് വേറെ ഒന്നിട്ടാണ്. അപ്പോൾ അത് നല്ല ഒരു ഈസി ടെക്നിക്കാണ്. കൺഫ്യൂഷൻ എടുക്കുമ്പോൾ തുണിയൊക്കെ വീഴുമല്ലോ. അപ്പോൾ ആദ്യം അത് മടക്കി വെക്കേണ്ട ഒരു പണി സേവ് ആയി കിട്ടി. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബാക്കി പിന്നെ റൂംസ്, ആ റൂമും ഈ റൂമും മൊത്തം അടിച്ചുവാരി തുടക്കണം. ബാക്കി ഷെൽഫൊക്കെ വരുന്നുണ്ട്. ഷെൽഫ് പറഞ്ഞാൽ TV ഷെൽഫ്, പിന്നെ അപ്പുറത്തെ മിറർ ഷെൽഫ്, പിന്നെ ഇപ്പുറത്തെ മിറർ ഷെൽഫ്, അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതിന് ഒരു ദിവസം വേണം വൃത്തിയാക്കാൻ. അങ്ങനെ പിന്നെ ഈ ഏരിയയും വരാന്തയും വരുന്നുണ്ട്. വരാന്തയിൽ അങ്ങനെ ഹെൽമെറ്റ് വെച്ച് ഇപ്പോൾ വരാന്തയിൽ ആണ് ഇമ്പോർട്ടൻ്റ് ക്ലീൻ ചെയ്യാൻ. ഇവിടെയാണ് ഗസ്റ്റ് വരുമ്പോൾ അധികം ആൾക്കാർ വരുമോ. ഗസ്റ്റ് അങ്ങനെ വരാറില്ല, റിലേറ്റീവ്സ് തന്നെ വരുന്നത്. അപ്പോൾ അമ്മ വരുമ്പോൾ, പാരൻസിൽ സിസ്റ്ററാണ് കൂടുതൽ. അല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് കോഴിക്കോട് പോകുന്ന വഴി ഇത് തലശ്ശേരിയല്ലേ. അപ്പോൾ എറണാകുളം അങ്ങനത്തെ എല്ലാം പോകുന്ന സമയത്ത് ഇവിടെ കയറും. പിന്നെ കുറച്ചിങ്ങനെ സംസാരിച്ച് എല്ലാം കുറേ സമയം ഇരിക്കും. ഇപ്പം ഏച്ചിക്ക് പിന്നെ വരാൻ കഴിയില്ല, ഏച്ചിക്ക് കുറച്ച് ടൈമില്ല വരാൻ.
ഒക്കെ ടൈം ഉണ്ടായാൽ ഓള് വരും. ഓള് വന്നാൽ ഓള് പ്ലാനിട്ടിട്ടാണ് വരുക. എവിടെയും കൂട്ടിയിട്ട് പോകും. അന്നെയും ഹസ്ബൻഡിനെയും മകനെയും അവർ കൂട്ടും. ചില സമയം കൂട്ടാൻ വന്നാൽ കൂട്ടാൻ പറ്റലില്ല. അത്രക്കും നമ്മൾ ടയേർഡായിട്ട് ഉണ്ടാവുക. പിന്നെ ഹസ്ബൻഡിന് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പോവാൻ. മകനും ഇൻട്രസ്റ്റ് ഇല്ല. മകന് ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന് കാരണം അവൻ ഒറ്റയ്ക്ക് ഫ്രണ്ട്സുമാരെ കൂട്ടത്തിൽ വേറെ പോകുന്നുണ്ട് ഓൾറെഡി. സിനിമയ്ക്ക് പോവും. ജിമ്മിന് വേണ്ടി പോകുമ്പോൾ ജിമ്മിന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് സിനിമ കാണാൻ അല്ലെ കളിക്കാനോ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ മാത്രമേ പിന്നെ അങ്ങനെ പിന്നെ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഇടയ്ക്ക് ലീവ് പോവും. അങ്ങനെ ഒരു പോക്ക് പുറത്ത് എല്ലാം കയറി ബസ്സും ഒക്കെ കയറി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് അങ്ങ് എത്തുന്നില്ല. അപ്പോഴത്തേക്ക് തന്നെ ക്ഷീണം വരും. പിന്നെ അമ്മ ഇങ്ങനെ എന്തെല്ലോ ഉണ്ടാക്കി തീർക്കും. ഞാനിങ്ങനെ എങ്ങാണ്ടിരിക്കും, തിന്നും, പിന്നെ കിടന്നുറങ്ങും, പിന്നെ വീണ്ടും തിന്നും. വീട്ടിലെത്തിയാൽ പിന്നെ ഒന്നും പണിയെടുക്കില്ല. പണി തീരെ എടുക്കാണ്ടില്ല, എടുക്കും. പിന്നെ ഇതിന് അവിടുന്ന് മര്യാദക്കൊന്ന് ഫ്രഷാവും, ഒന്ന് മര്യാദക്ക് തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് പിന്നെ അവിടുന്ന് വേറെ പണി എടുക്കില്ല. അവിടെ ഞാൻ കഴിയുന്നതും എനിക്ക് റെസ്റ്റ് ചെയ്യലാണ്. ബിക്കോസ് അവിടുന്ന് ഇവിടെ വന്നിട്ടും വീണ്ടും പണിയിൽ തന്നെ ചിലപ്പോൾ ഓൾറെഡി അങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി പിന്നെ പെട്ടെന്ന് നമ്മൾ സിനിമ ഒക്കെ കാണാൻ പോകും. ചില സമയം അവിടുന്ന് ഇപ്പോൾ ഞാനും മകനെ ഉണ്ടാവും, ഹസ്ബൻഡ് വരത്തില്ല. അങ്ങനെ സിനിമയൊക്കെ കാണാൻ പോകും, എക്സിബിഷനൊക്കെ പോകും, ഷോപ്പിംഗ് ഒക്കെ പോകും, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഞങ്ങളുടെ MBK പിന്നെ റാന്തൽ അങ്ങനെ കുറേ ഹോട്ടലിലൊക്കെ പിന്നെ അങ്ങനെ മല്ലയൊക്കെ ഒക്കെ പോവും. പിന്നെ അവിടെ ചില അവിടുന്ന് പിന്നെ ഞാൻ റീൽസും എടുക്കും. അപ്പോൾ എൻ്റെ ചേച്ചി ഉണ്ടാവും ഇങ്ങനെ നോക്കാം. ഞാൻ ചെറുങ്ങനെ വെള്ളം എടുത്ത് കുറേ ഇയറിങ്സൊക്കെ ഉണ്ട്, നല്ല നല്ല ഇയറിങ്സെങ്കിലും എടുത്ത് ഇട്ടിട്ട് ഞാൻ റീൽസ് എടുക്കും. ഡ്രസ്സ് പിന്നെ ഇത് തന്നെയായിരിക്കും, നോർമൽ ഡ്രസ്സ്. ഇയറിങ്സ് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് വിടും, വേറെ നല്ലൊരു ഡ്രസ്സായിരിക്കും. അപ്പോൾ ചേച്ചി റീൽസ് എടുത്ത് കഴിഞ്ഞിട്ടാണ് പറയും, ഇത് കണ്ട എൻ്റെ ഇയറിങ്സ് എടുത്തിന് ഇവിടെ, എൻ്റെ ഇയറിങ്സ് ഇവിടെ ഇട്ടിനി, എൻ്റെ ഇയറിങ്സ് എന്തിനാ ഇട്ടിനി പറയാം. ഞാൻ പറഞ്ഞു, നിൻ്റെ ഇയറിങ്സ് ഇവിടെ വരുമ്പോഴല്ലേ എനിക്കിങ്ങനെ നിൻ്റെ ഞാൻ അവളെ ഭയങ്കര നല്ല കളക്ഷനും ഡിസൈനറല്ലേ. അപ്പോൾ അവളെ ഇയറിങ്സ് പിന്നെ എന്തെല്ലോ കാര്യങ്ങൾ ഭയങ്കര ഭംഗിയിൽ സെറ്റ്സായിരിക്കും അവൾ എടുത്തില്ല. അപ്പോൾ ഞാനങ്ങനെ ഇയറിങ്സ് അങ്ങനെ മോസ്റ്റ്ലി അങ്ങനെ വേണിക്കലില്ല. ഇപ്പോൾ വേണിക്കൽ നിർത്തി. ഉണ്ടായി കുറച്ചൊരു ക്രേസ് ഉണ്ടായി, ഇപ്പോൾ വേണിക്കലേ ഇല്ല. പിന്നെ ആടി ഇടി പാക്കറ്റിൽ ഈ പാക്കറ്റിന് വീണ്ടും വേറെ പാക്കറ്റിന് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ മീൻസ് വേണ്ടുന്ന പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് അങ്ങനെ മകന് ഇപ്പം വേണ്ടുന്നത് അവൻ്റെ കുറേ സേഫ്റ്റി സാധനമൊക്കെ ആണ് വേണമെങ്കിൽ അങ്ങനെ മേടിക്കണം. പിന്നെ യൂട്യൂബിൽ സക്സസ് ആയിട്ടുമ്പോൾ യൂട്യൂബിന് കുറേ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് എന്നാലും ഒരു 10,000 എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പണിയെടുക്കുന്നത്. സോ ഫ്രണ്ട്സ് പ്ലീസ് നിങ്ങളെല്ലാവരും നല്ല ഒരു സപ്പോർട്ട് വേണം. എന്തെങ്കിലും ആക്ച്വലി യൂട്യൂബിൽ ചാനലിൽ ആക്ച്വലി ശരിക്കും പറയാണ്ട് ഒരു ചാനലിൽ 10,000 സബ്സ്ക്രൈബർ വേണം. അപ്പോൾ 10,000 സബ്സ്ക്രൈബർ ഇപ്പോൾ ആയിട്ടില്ല, 600 ആയിട്ടില്ല. ബാക്കി ഇന്ന മാസത്തിൻ്റെ ഉള്ളിൽ 3 മില്യൺ വ്യൂസ് വേണം. വ്യൂസ് കിട്ടണമെങ്കിൽ പിന്നെ അല്ലെങ്കിൽ വാച്ച് ടൈം വേണം.
വാച്ച് ടൈമെല്ലാം കിട്ടണമെങ്കിൽ വാച്ച് ടൈം ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4000 വാച്ച് ടൈം ആക്കിയെടുക്കുക. ഇനി 3 മില്യൺ വ്യൂസ് എടുക്കുന്നത് പിന്നെയും കുറച്ച് എളുപ്പമാണ്. അതായത് ഇപ്പോൾ നമ്മൾ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് 3 മില്യൺ ആക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോരോ ദിവസം 14,000 വ്യൂസ് കിട്ടിയാൽ 14-15 വ്യൂസ് ഓരോരോ റീൽസിൽ കിട്ടിയാൽ, അല്ല ലോങ് വീഡിയോസിൽ കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസ് ആയി കിട്ടും. ഒരു 90 ഡേയ്സിൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് 20 വ്യൂസെങ്കിലും എല്ലാ റീൽസും എല്ലാ ലോങ് വീഡിയോസിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ നല്ല റീച്ചുണ്ടാവും. അത് പിന്നെ കണ്ടിന്യൂസ്ലി ഉണ്ടായാൽ നമുക്ക് അറൗണ്ട് 10 അങ്ങനെ കിട്ടും. ഞാനെന്നിട്ട് അത് ചെയ്തിട്ട് ഞാനിങ്ങനെ വർക്ക് ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. വ്യൂ ചെയ്യുന്നൊന്നും പ്രാവശ്യമൊന്നും ആർക്കും ഇടൊന്നും പാടില്ല. ഒന്നും പ്രാവശ്യമൊന്നും ചെയ്യില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ ചാനൽസ് ഷെയർ ചെയ്യുക, ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യുക, നോക്കുക. കമൻറ്റ് ചെയ്യുന്നവരെ വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്ത് എടുക്കുന്ന അവരുടെ ചാനലിൽ പോയിട്ട് ഞാൻ അവർക്കും അവരുടെ ചാനൽ നോക്കിയിട്ട് അവിടെ ഞാൻ കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ എൻ്റെ കമൻറ്റ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങളെ അടുത്ത് ഞാൻ നിങ്ങളെ ചാനലിലെ വീഡിയോ ഞാൻ നോക്കിയിനി ഇതിൽ സപ്പോർട്ട് ചെയ്തിനി നിങ്ങൾക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാം. സോ എന്നാൽ പിന്നെ ഈ വ്ളോഗ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.